അല്ലാഹ് സമയം പാഴാക്കുന്നില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സ്റ്റേജിലിരിക്കുന്ന ഉസ്താദന്മാരും ഒരുപാട് പേരുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതം. നിങ്ങൾക്ക് മലയാളം, ഞാൻ ഉസ്താദിനോട് മലയാളം അറിയൂ. മംഗലാപുരം കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് ഉടുപ്പിയിലുള്ളവർക്കൊക്കെ മലയാളം. അപ്പോൾ അൽഹംദുലില്ലാ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ മുത്തഅല്ലിം അല്ലാഹു ആ പൊന്നുമോൻ സമസ്തയെ വല്ലാതെ നെഞ്ചിലേറ്റുന്ന ചെറുപ്പക്കാരനാ. അല്ലാഹു അൽഹംദുലില്ലാ ആ കുട്ടിക്ക് അല്ലാഹു നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഉമ്മാനെ ഉപ്പാനെയും സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന മകനായി അല്ലാഹു ഇവരെയും നമ്മളെല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരിക്കൂലേ? എല്ലാവരും എഴുന്നേറ്റ്. ഞാനിപ്പോൾ എങ്ങോട്ട് നോക്കി വഴുത് പറയണമെന്ന്. ഈ സ്റ്റേജ് കാണുമ്പോൾ എനിക്ക് 60ാമത് വാർഷികത്തിന് 2 ദിവസം മുമ്പ് കൊല്ലം ജില്ലയിൽ ഞങ്ങൾ ഇതുപോലൊരു സ്റ്റേജ് കിട്ടി. 60ാം വാർഷികത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ കൊല്ലം ജില്ലയിൽ ഇതിനേക്കാളും വലുത്, അതിനകത്ത് 10-350 പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്. അപ്പം അതേപോലെ ഏകദേശം അത്രയ്ക്കും നീളമുള്ളൊരു സ്റ്റേജ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ബഹർ പോലെ കിടക്കുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേക്കറോ? ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ്. എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നിങ്ങളൊക്കെ ആ കസേര ഈ കമ്പിയുടെ അടുത്തോട്ടൊന്ന് കൊണ്ടുവന്ന എല്ലാവരും നിങ്ങളെടുത്തിരുന്നോളൂ. ഇങ്ങോട്ട് കയറിയിരുന്ന എല്ലാവരും, ആ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ടിരുന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇങ്ങനെ കയറിയിരിക്കുക. ആ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ കുറച്ചുപേര് ഇപ്പുറത്തോട്ട് കയറിയിരുന്ന ഈ സൈഡ് മാത്രം നോക്കി നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എല്ലാവരും കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ എൻ്റെ പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങൾ, ഈ സംഘാടകരുൾപ്പെടെ ഒരാളും പുറത്തു നിൽക്കരുത്, എല്ലാവരും കയറിക്കുക. അൽഹംദുലില്ലാ ഇങ്ങോട്ട് വാ. സ്ക്രീനിൽ കാണുന്നതിനേക്കാളും നല്ലപോലെ ഇവിടെ കാണാൻ വന്നോ? ഇങ്ങോട്ട് കയറിക്കുക ഇൻഷാ അല്ലാഹ്. കുറെ സ്ക്രീനും. ഇനി ആ പുറത്തു നിൽക്കുന്ന ചങ്ങാതിമാരൊക്കെ മക്കളെ അല്ലാഹ് തരുന്ന ഒരു അവസരം സ്വർഗ്ഗത്തിയിരിക്കാൻ ഇനി ഇപ്പൊ കിട്ടുമെന്ന് വെച്ചാൽ അല്ലാഹു അഅലം. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും ഒന്ന് കയറിക്കുക. അൽഹംദുലില്ലാ സംഘാടകരുൾപ്പെടെ എല്ലാവരും, ഇതിന്റെ സംഘാടക എല്ലാവരും നിങ്ങളൊക്കെ കസേര ഇട്ട് ഒരാൾ പോലും നിൽക്കരുത്. എല്ലാവരും ചങ്ങായി മോനെ ഡാ ആ ചങ്ങായി വിളിച്ച അവിടെ ഇരുന്നു. ഇവിടെ ആരും ഇല്ലല്ലോ. നീ ഇരുന്നു. ഇൻഷാ അല്ലാഹ്. ഇവിടെ എല്ലാരും കയറിക്കും. VIP ഒന്നും ഇല്ല. എല്ലാരും ആ പുറത്തിക്കണം. എല്ലാം ഇങ്ങോട്ട് കയറിക്കും. ഇങ്ങോട്ട് വാ. ഇൻഷാ അല്ലാഹ് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് കയറിക്കും. എല്ലാരും കയറിയിരുന്നു. നമ്മളൊക്കെ സമന്മാരാ. അൽഹംദുലില്ലാ വാ എല്ലാരും കയറിക്കുക. അൽഹംദുലില്ലാ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് ഇതിന്റെ സംഘാടകരൊക്കെ പെർമിഷൻ കിട്ടുന്നതിനൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാ ഇവിടെ അതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഓടി നടന്ന അവസാന സമയമാണ്. അൽഹംദുലില്ലാ അതിനുവേണ്ടി 2 ഉദ്യോഗസ്ഥന്മാര് തഹസീൽദാറും അതുപോലെ തന്നെ SP എങ്ങാണ്ടൊക്കെയാണ് കൊടുത്തത്. അൽഹംദുലില്ലാ അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കേറ് ചങ്ങായിമാരെ. അപ്പൊ അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരിക്കൂലേ? എവിടെ പോകാനായില്ലേ? അതേ ഞാനും ചോദിക്കണേ. ഇനിയിപ്പോ നമ്മളൊക്കെ എങ്ങോട്ട് പോകാനാ അതറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇനി എങ്ങോട്ട് പോണോന്ന് വെച്ചാ എല്ലാരും വല്ലാത്ത ഭയത്തിലെ. എങ്ങോട്ട് പോണോന്ന് ആർക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പൗരത്വ ബില്ലൊക്കെ പാസ്സാക്കി അതിന്റെ വിഷയത്തിലൊക്കെ വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഇങ്ങനെ നടക്കാൻ. നാളെ അൽഹംദുലില്ലാ മൂടുബദ്രയിലല്ലേ നാളത്തെ പരിപാടി? അൽഹംദുലില്ലാ ഇന്നിപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നാളെ ഇൻഷാ അല്ലാഹ് മൂടുബദ്രയിൽ അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കണം. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പൗരത്വ ബില്ലൊക്കെ പാസ്സാക്കി നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ചില ആൾക്കാരൊക്കെ വീടിന്റെ പണിയൊക്കെ നിർത്തി. ഇനിയിപ്പോ എന്തിനാ പണിയണേന്ന് ചിന്തിക്കണേ. വലിയ വീട് പണിതുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പണി നിർത്തി, ബിൽഡിങ്ങുകളൊക്കെ നിർത്തി. കാരണം എന്താ ഉസ്താദ്, ഇതൊക്കെ പണിതിട്ട് വല്ലവനും കൊടുക്കുന്നതിനേക്കാളും നല്ലത് പണിയാതിരിക്കലല്ലോ, ഉള്ള പൈസ കളയണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ബില്ല് പാസ്സാക്കിയത് നടപ്പിലാക്കാനല്ല. അതാ മനസ്സിലാക്കണ്ടേ. ഇതിനകത്ത് ഒരുപാട് അജണ്ടകളുണ്ട്, ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. എങ്കിലും ഈ ബില്ല് പാസ്സാക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ വലിയ ബുദ്ധി ഉണ്ടെന്ന് പറയുന്ന മഹാന്മാര് ചിന്തിക്കുന്നത് ഇത് നടപ്പിലാക്കലല്ല, മുസ്ലിം ഉമ്മത്തിനെ ഭയപ്പെടുത്തുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പേടിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണല്ലോ പടച്ചവനെ ഉമ്മാടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നപ്പോൾ ഒരു ചെവിയിൽ ഭാഗം കൊടുത്തു, മറ്റേ